ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ മുണ്ടും അതേപോലെ തന്നെ ഷർട്ടൊക്കെ ഇട്ട് ഒന്ന് പുറത്ത് പോകാൻ പോവാണ്. അപ്പോൾ ഇന്നലത്തെ പോലെ അമ്പലത്തിൽ പോകുന്നതല്ല, ഇന്ന് നമുക്ക് ജിമ്മിൽ ഓണാഘോഷം ഉണ്ട്. ഓണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി തോന്നുന്നു. എന്നാലും ഇന്നാണ് നമ്മുടെ ജിമ്മിൽ ഓണാഘോഷം. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഈ കളർ ഷർട്ടും അതേ കാര്യമുള്ള മുണ്ടും നമ്മുടെ അടുത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വാച്ച്, ഇത് ഇന്നലെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ വാച്ചാണ്. അപ്പോൾ ഇത് നമ്മൾ കെട്ടാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ചാനലിലിടും. ഇത് നമ്മുടെ സാംസങ്ങിൻ്റെ ഒരു വാച്ചാണ്. അപ്പോൾ ഇതും കൂടി കിട്ടിയിട്ട് നമുക്ക് ജസ്റ്റ് പോവാം. റെഡിയായി കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ബൈക്ക് എടുത്ത് നേരെ പോവാണ്. ഇവിടെ തൊട്ടടുത്താണ്, കുറച്ച് ദൂരമുള്ള പോകാൻ. അപ്പോൾ നമ്മൾ ബൈക്ക് എടുത്ത് ജസ്റ്റ് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഒരു ഹാളിൽ വെച്ചിട്ടാണ് പരിപാടി മൊത്തം നടക്കുന്നത്. അപ്പോൾ നമ്മളിത് അങ്ങനെ ഹാളിൻ്റെ അവിടെ എത്തിയിട്ട് ഹാളിൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. ഞാൻ വെച്ചു പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുന്നത്, പക്ഷേ തുടങ്ങിയിട്ടില്ല. കുറച്ച് ലേറ്റായി പോയി. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കണുണ്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം കുറേ ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ പരിപാടി തുടങ്ങാതായി. അപ്പോൾ ഇങ്ങനത്തായിരുന്നു നമ്മുടെ സ്റ്റേജ്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ദീപം തെളിക്കലായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ദീപമൊക്കെ തെളിച്ചു. അതിന് ശേഷം കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു തിരുവാതിര കളിയായിരുന്നു. അപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മലയാളി മങ്കിയും അതേപോലെ തന്നെ മലയാളി മങ്കനും അങ്ങനെ കുറേ പരിപാടികൾ. മങ്കൻ അല്ലേ, അങ്ങനെ ഞാൻ തോന്നുന്നു. അപ്പോൾ അതായിരുന്നു. അപ്പോൾ കുറേ പേര് ഇങ്ങനെ റാമ്പ് ഇതൊക്കെ ചെയ്തു. അപ്പോൾ അതിന് ഒരാളെ സെലക്ട് ചെയ്ത് വിന്നറാക്കി പ്രൈസ് സംഭവങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ അതൊക്കെയാണ് അടുത്ത പരിപാടികൾ. പിന്നെ അതിന് ശേഷം നമുക്ക് ഫുഡ് കഴിക്കുന്ന പരിപാടിയായി. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നേരം വിളമ്പി കൊടുത്തു. ഫസ്റ്റ് ട്രിപ്പിൽ എല്ലാവർക്കും വിളമ്പി കൊടുത്തതിന് ശേഷം സെക്കൻഡ് ട്രിപ്പായപ്പോൾ ഞാൻ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ 1-2 ട്രിപ്പിനുള്ള ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ എൻ്റെ അതേ കളർ ഷർട്ട് ഇട്ടിട്ട് കുറച്ച് പേര് ഞാൻ അവിടെ കണ്ടു. ഇതെന്താണ് യൂണിഫോമാ? രമേശിൻ്റെ ഇടയിൽ നിന്നാ മരിച്ചേ? പറഞ്ഞില്ല തെണ്ടി ഞങ്ങളോടും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി. കാരണം എനിക്ക് ഉച്ച കഴിഞ്ഞ് കുറച്ച് വർക്കുള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് നിന്നില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ ബൈക്ക് എടുത്ത് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ടെത്തി. ഇപ്പോൾ അവിടെ പൂച്ചക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. പൂച്ചക്കുട്ടിക്ക് കുറച്ച് ഫുഡ് കൊടുക്കാൻ വെച്ച്. അപ്പോൾ നേരെ പൂച്ചക്കുട്ടിക്ക് നമുക്ക് ചെറിയ പാക്കറ്റ് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം പൂച്ചക്കുട്ടീനെ നോക്കിയിരുന്നു. പിന്നെ അതിന് ശേഷം നമുക്ക് ഇനി ഉച്ചയ്ക്ക് ശേഷം കുറച്ച് ഡെയിലി നമ്മുടെ പരിപാടികൾ, അതായത് വീഡിയോ ഷൂട്ട് ചെയ്യാനും പിന്നെ കുറച്ച് വർക്ക് ചെയ്യാനും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടികൾ. അപ്പോൾ ഇനി കുറച്ച് കണ്ടൻറ്റൊക്കെ ആലോചിച്ച് അവിടെ വാങ്ങി നോക്കിയിരുന്നു. അതിന് ശേഷം നമുക്ക് ഇനി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പതിവ് പോലെ തന്നെ കുറച്ച് റീൽസും അതേപോലെ തന്നെ യൂട്യൂബ് വീഡിയോസാണ് ഷൂട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാനാണ് ഈ സെറ്റപ്പ് വെച്ചേക്കുന്നത്. നമ്മുടെ ട്രൈപ്പോഡിലാണ് മൊബൈൽ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി അത് ഷൂട്ട് ചെയ്യണം. പിന്നെ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കുറച്ച് വർക്ക് ചെയ്യാണ്ട് കുറച്ച് ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അതൊക്കെയാണ് ഇങ്ങനത്തെ പരിപാടി. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് നമുക്കിവിടെ സെൻഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ പ്ലേ. നിങ്ങൾ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.